അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ നിന്ന് ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാന്റിസ് പിന്മാറി. ഡൊണാൾഡ് ട്രംപിനെ പിന്തുണയ്ക്കുമെന്ന് റോൺ ഡിസാന്റിസ് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ റദ്ദാക്കുന്നുവെന്നും റോൺ ഡിസാന്റിസ് എക്സിൽ കുറിച്ചു. ഇനി പോരാട്ടം ഡൊണാൾഡ് ട്രംപും നിക്കി ഹേലിയും തമ്മിലാകും. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ ചേരുകയാണ്. മെറിൻ, വിവേക് രാമസ്വാമിക്ക് ശേഷമാണ് ഇപ്പോൾ റോൺ ഡിസാന്റിസ് പിന്മാറുന്നത്. കാര്യങ്ങൾ ട്രംപിന് അനുകൂലമാകുന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുമോ? ഗോപിക, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിനുള്ള തെരഞ്ഞെടുപ്പിൽ നിന്നാണ് ഇപ്പോൾ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായിട്ടുള്ള റോൺ ഡിസാന്റിസ് പിന്മാറിയിരിക്കുന്നത്. ഫ്ലോറിഡ ഗവർണറാണ്. ട്രംപിനെ പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എക്സിൽ പോസ്റ്റ് ചെയ്ത 5 മിനിറ്റ് വീഡിയോയിലാണ് ഈ ഒരു പിന്മാറ്റം അറിയിച്ചിരിക്കുന്നത്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി തന്നെ വരണം, ഡൊണാൾഡ് ട്രംപിനെ വീണ്ടും അവസരം നൽകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് തൻ്റെ പിന്മാറ്റമെന്ന് തന്നെയാണ് റോൺ ഡിസാന്റിസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ട്രംപുമായിട്ടുള്ള ഭിന്നതകൾ നിലനിന്നിരുന്നെങ്കിലും ട്രംപിനെ പിന്തുണയ്ക്കുന്നെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല, തൊട്ടു പിന്നാലെ തന്റെ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളെല്ലാം തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. ഈ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് ന്യൂ ഹാംഷറിൽ പ്രൈമറി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പിന്മാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായും പോരാട്ടം ഇനി ഇന്ത്യൻ അമേരിക്കൻ വംശജയായ നിക്കി ഹാലിയും അമേരിക്കൻ മുൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് തമ്മിലായിരിക്കും ഇനി പ്രധാനമായും പോരാട്ടം നടക്കുക. 2 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ന്യൂ ഹാംഷറിൽ പ്രൈമറി പോരാട്ടം നടക്കുന്നത്. നേരത്തെ തന്നെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും ഇന്ത്യൻ വംശജനായ വിവേക് രാമസ്വാമി പിന്മാറിയിരുന്നു. അയോവ കോക്കസിൽ ഉണ്ടായ മോശം പ്രകടനത്തെ തുടർന്നാണ് പിന്മാറ്റം. 7.7% വോട്ട് മാത്രമായിരുന്നു നേരത്തെ വിവേക് രാമസ്വാമിക്ക് ലഭിച്ചിരുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുന്നതെന്ന് പ്രഖ്യാപിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഫ്ലോറിഡ ഗവർണറായിട്ടുള്ള റോൺ ഡിസാന്റിസും ഇപ്പോൾ പിന്മാറിയിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന് തന്നെ മുൻതൂക്കം, അല്ലെങ്കിൽ ട്രംപിന് വിജയത്തിലേക്ക് എന്ന കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. പ്രധാനമായും ഇനി നിക്കി ഹാലിയും ഡൊണാൾഡ് ട്രംപും തമ്മിലാണ് പോരാട്ടം. കഴിഞ്ഞ ദിവസം തന്നെ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു, നിക്കി ഹാലി തന്റെ റണ്ണിംഗ് മേറ്റ് ആയിരിക്കാനുള്ള യോഗ്യതയില്ല, അവർക്കത്ര കഴിവ് പോരാ എന്ന് നേരത്തെ തന്നെ ഡൊണാൾഡ് ട്രംപ് വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ട്രംപും നിക്കി ഹാലിയും തമ്മിലാണ് ഇനി പ്രധാനമായും പോരാട്ടം നടക്കുക. ഗോപിക, റോൺ ഡിസാന്റിസ് പിന്മാറിയതോടെ ഡൊണാൾഡ് ട്രംപിന് സാധ്യത ഏറിയിരിക്കുന്നു. നിക്കി ഹേലിയാണ് എതിരാളി. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.